ഹായ് ഓൾ, ഡോക്ടർ നിയാസ് ആണ് ഫ്രം പാർട്ടി കാലിക്കറ്റ്. മെയ് INSET 2025 തൊട്ട് മുന്നേ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സിൽ തന്നെ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു സ്മോൾ ചെക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മേ ബി എക്സാമിൻ്റെ അന്ന് മോർണിംഗോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് രാത്രിയൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും മിസ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. എന്നാലും ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാമെന്നുള്ളതാണ്. ഇപ്പോൾ ബിഫോർ ഗോയിങ് ടു INSETലെ പോയിന്റ് പറയുന്നതിന് മുന്നേ തന്നെ പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി വാർ, ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് എക്സാം മാറ്റി വെക്കുമോ എന്നുള്ള പോലത്തെ ഡിസ്കഷനൊക്കെ വന്നിരുന്നു. എനിക്കതിൽ കൺക്ലൂഷൻ പറയാൻ പറ്റുന്നത്, എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ചലഞ്ചസ് നമുക്ക് മുന്നിലേക്ക് ഉണ്ടാവും. അപ്പോൾ പഠിക്കുക എന്നുള്ള ആ പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമുക്കറിയാം. നല്ല സ്ട്രെസ്ഫുൾ ആയിക്കൂടെ പോകുന്ന സമയത്ത് ഇതേപോലുള്ള ഓരോ ന്യൂസുകൾ, ഇപ്പം വാറാണ്, ഇനി അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസും ബാക്കിയുള്ള ആളുകളും അത് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും പോകും. ബട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് എപ്പോഴും ഉണ്ടാവുക. നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക, സ്ട്രോങ്ലി തന്നെ അത് തുടരുക, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എക്സാം മാറ്റി പല റൂമേഴ്സ് വരും, പോസ്റ്റ്പോൺ, പ്രീപോൺമെൻ്റ് ഒക്കെ വരും. സോ അതിലൊന്നും നമ്മൾ എഫക്റ്റഡ് ആവരുത്. നമ്മൾ പഠനത്തിലേക്ക് മാത്രം കൊണ്ടുപോവുക. നീറ്റ് അത് ജൂൺ 25-ന് ജൂൺ 15-ന് 2025 നടക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളത് മൈൻഡിൽ സെറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി INSET എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തലേ ദിവസത്തെ ഉറക്കം തന്നെയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ ഉറക്കം നന്നായിട്ട് ചെയ്തേക്കുക എന്നുള്ളതാണ്. കാരണം തലേന്ന് ബിഞ്ച് സ്റ്റഡിയിങ് ഒന്നും INSETന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഏറ്റവും വലിയ കാര്യം അവിടുത്തെ കോമൺ സെൻസ് തന്നെയാണ്. കോമൺ സെൻസ് നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടും. പിന്നെ INSET മാത്രമേ ഞാൻ എടുക്കുള്ളെങ്കിൽ ടോപ്പ് റാങ്ക് വേണമെന്നുള്ള വാശിയായിട്ടോ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിട്ടോ ആരും പോകരുത്. ഭയങ്കര ഇത് ചെയ്തുള്ള റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ കാണാറുള്ളതാണ്, കുറച്ച് റാങ്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾ ടോപ്പ് റാങ്കിലേക്ക് വരാറുള്ളൂ. ടോപ്പ് റാങ്ക് എക്സ്പെക്ട് ചെയ്ത ആളുകൾ ബാക്കോട്ട് പോകാറുള്ളതൊക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത അതേമാതിരി കുറച്ച് ആളുകൾക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി ഭയങ്കര വേരിയേഷൻസ് കണ്ടിട്ടുണ്ട്. അത് എന്താ പറയുക, എക്സാമിൻ്റെ മൂഡിനെയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഓരോ പ്രാവശ്യം ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് നീറ്റ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട സീറ്റ് എവിടെയെങ്കിലും അവൈലബിൾ ആവും എന്നുള്ളതാണ്. സോ നീറ്റ് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇൻ ബിറ്റ്വീൻ റിലാക്സ് ആയി എഴുതുന്ന ഒരു എക്സാം മാത്രമായിട്ട് നീറ്റ് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ തലേ ദിവസത്തെ ഉറക്കത്തിനെ പറഞ്ഞു, പിറ്റേ ദിവസം ഏർലി മോർണിംഗ് തന്നെ റിപ്പോർട്ട് ചെയ്യാണ്ട് ഒരു 1 hour ബിഫോർ എക്സാം സെൻറ്ററിൽ എത്തണം. അതിനേക്കാളും കൂടുതൽ പോകരുത്, എന്തെങ്കിലും അർജൻസീസ് ഉണ്ടെങ്കിൽ. കാരണം അഡ്മിറ്റ് കാർഡ് നിങ്ങളെ ഒറിജിനൽ ID പ്രൂഫ് കൊണ്ടുപോകണം. മോസ്റ്റ്ലി ആധാർ, ഫോട്ടോ ഉള്ള ഒറിജിനൽ ആയിട്ടുള്ള ID കൊണ്ടുപോകുക എന്നുള്ളതാണ്. എക്സാം സെൻറ്റർ കുറച്ച് നേരത്തെ കയറിയേക്കാം. അവിടെ കയറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് ഉറങ്ങുക, കുറച്ച് നേരം ഉറങ്ങി നീക്കാനൊക്കെ സമയം ഉണ്ടാവും. അപ്പോൾ വളരെ ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട, കുറച്ച് നേരത്തെ തന്നെ എത്തിയേക്കുക എന്നുള്ളതാണ്. എക്സാം ഡേ ഒറ്റ കാര്യത്തിലാണ് നിങ്ങൾ കോൺസെൻട്രേഷനുള്ള ടൈം. പ്രത്യേകിച്ച് INSETക്ക് ഒരു ടഫർ സൈഡ് ഓഫ് എക്സാമോ, പിന്നെ 200 ക്വസ്റ്റ്യൻസിന് ആകെ 3 hours 180 മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. 180 മിനിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസിലെ അപ്രോച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് കാണുന്നു, ക്വസ്റ്റ്യൻസ് ടോട്ടൽ പേപ്പർ ടഫ് ആണോ ഈസി ആണോ എന്ന് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് സമയം കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ ഇടയിൽ ഇതൊന്ന് ഡിസൈഡ് ചെയ്ത്, എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻസ് നേരിട്ട് കാണുക. അത് എന്നെ കൺസ്യൂമിങ് അല്ല, അതായത് ടൈം കൺസ്യൂമിങ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, നമ്മൾ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻ ചെയ്യുന്ന കുറേ വായിക്കാനും ചിന്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോൾ ചെയ്യരുത്. ഇത്ര മാത്രം ആലോചിക്കുക. അപ്പം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ഓരോന്നിനും എത്ര സമയം സ്പെൻഡ് ചെയ്യണം, ടഫ് ആണെങ്കിൽ ഇങ്ങനെ, ഈസി ആണെങ്കിൽ ഇങ്ങനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് നോക്കുക. അത് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ വിത്തിൻ 1 മിനിറ്റ്, വിത്തിൻ 45 സെക്കൻഡ് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം എഴുതുക. കൂടുതലേക്ക് സമയം പോകുന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ സ്കിപ്പ് ചെയ്തേക്കുക, മുന്നോട്ട് പോവുക. പിന്നെ മാർക്ക് ചെയ്ത് എന്ന ഓപ്ഷൻസ് ഉണ്ട്. മാർക്ക് ചെയ്യുന്നത് ഡിഫറൻ്റ്ലി പല രൂപത്തിലും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റിലേക്ക് ടൈം കുറവായത് കാരണം ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതി പോകുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ എഴുതിയിട്ട് പിന്നെ മാർക്ക് ചെയ്യുക എന്നുള്ളതൊന്നും വാലുവേഷനിൽ കൂട്ടുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ല, അത് വാലുവേഷനിൽ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് കുറേ എണ്ണം മാർക്ക് ചെയ്ത് വെക്കരുത്. എഴുതാത്ത ക്വസ്റ്റ്യൻസ് രണ്ടാമത് റീവിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു EDയിലേക്ക്, ഒരു കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നത് പോലെയാണ്. കുറേ ഇമ്പോർട്ടൻറ്റ് പേഷ്യൻ്റ് ഉണ്ടാവും, കുറേ അൺഇമ്പോർട്ടൻറ്റ് പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ ആണോ, യെല്ലോ ആണോ, റെഡ് ആണോ നിങ്ങൾ തന്നെ അപ്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. മുന്നേ ആർക്കും പറഞ്ഞു തരാൻ പറ്റുമൊന്നുമില്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചലഞ്ചിങ് തിങ്. നാളെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ അന്ന് രാവിലെയാണ് കാണുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം അതായിരിക്കും. അതിന് ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻസ് നേരെ കാണുക, ഇതെനിക്ക് എഴുതാൻ പറ്റുന്നതാണോ നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ 30 സെക്കൻഡ്സ് കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 45 സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. കൂടുതൽ സമയം പോകുന്നു കണ്ടാൽ സമയം എടുക്കരുത്, ലീവ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക. ടുവേർഡ്സ് എൻഡിലേക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്നിട്ട് ഈ മാർക്ക് ചെയ്ത് എഴുതിയിട്ട് മാർക്ക് ചെയ്യാനുള്ള സാധനം
കോമൺലി യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ മാത്രം ചെയ്തേക്കുക. പിന്നെ ഭയങ്കര അഗ്രസീവ് ആകാൻ പോകരുത്, പക്ഷെ ഭയങ്കര ഡിഫെൻസീവ് ആവരുത്. അതായത് ഒരു അവറേജ് ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ സ്കിപ്പ് ഉണ്ടാവുള്ളൂ. കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ ഡിഫെൻസീവായി വന്നിട്ട് ഇത്ര കാലം അങ്ങനെ ഉണ്ടായിട്ടില്ല. സോ നിങ്ങൾ കുറേ ഡിഫെൻസീവ് ആയിട്ട് പോകുന്നുണ്ട്, ഭയങ്കര ടഫാന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു 50 എണ്ണം വിട്ടു എന്നൊന്നും പറയുന്ന രൂപത്തിലേക്ക് ഉണ്ടാവരുത്. കൂളായിട്ട് എഴുതിയിട്ട് വരിക. പിന്നെ 1 വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് നോക്കാനുള്ളത്, അത് നോക്കി തന്നെ വേണ്ടി വരും. അതിൻ്റെ മോട്ടിവേഷനും കൊണ്ടിട്ട് ഞാൻ നീറ്റ് പഠിക്കും എന്നൊന്നും വിചാരിച്ച് വെക്കരുത്. ചിലപ്പോൾ അത് മോട്ടിവേറ്റിംഗ് ആയിരിക്കില്ല. അപ്പോൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. എന്ത് സംഭവിച്ചാലും, ഇതിപ്പോൾ കുറഞ്ഞ മാർക്കായി കഴിഞ്ഞാൽ, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി പറയുന്നതല്ല, INICET 1 മന്ത് മുന്നൊക്കെ 8,000 9,000 ഒക്കെ വാങ്ങിച്ച ആളുകൾ 300 400 റാങ്കിലേക്കൊക്കെ പിന്നെ നീറ്റിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പം നീറ്റിലേക്കുള്ള നിങ്ങളുടെ സ്കോർ ഈ ഒരു മന്ത്, ഇനി വരാൻ പോകുന്ന ഒരു മന്ത് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അത് INICETൻ്റെ റാങ്കും സ്കോറും അനുസരിച്ചാണ് ഇരിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ധാരണയാണ്, അത് കൊണ്ടുപോകരുത്. സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ആയിട്ട് ഒന്നും കൂടി എടുത്ത് പറയാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതുള്ളത്, ടഫർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ടഫർ ക്വസ്റ്റ്യൻസ് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അതിനുവേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യരുത്. ഈ ഒരു പോയിന്റ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. ടൈമാണ് നിങ്ങൾ എക്സാം എഴുതുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക. പിന്നെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള മൈൻഡ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരിക കോമൺ സെൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ എക്സാം റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം ഡേ അടിച്ചുപൊളിച്ച് വരിക. എക്സാമിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം, ഇതിനൊന്നും ബോധേഡാവരുത്. തിരിച്ചു വരിക, മേ ബി 1 or 2 days റെസ്റ്റ് എടുക്കുക, നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തായാലും റിസൾട്ട് വരും 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ജസ്റ്റ് നോക്കുക, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യരുത്. കീപ് സ്റ്റഡിയിങ് ഫോർ നീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.